എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അലീന, കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. ഓഗസ്റ്റിലെ ആദ്യ വാരം നമ്മൾ മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ തീം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദി ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ആൾ ആണ്. ഈ ഒരു അവസരത്തിൽ മുലയൂട്ടലിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു നവജാത ശിശു ജനിച്ച ഉടൻ, അതായത് ജനിച്ചൊരു 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ്. സുഖപ്രസവമായാലും സിസേറിയൻ ആയാലും എത്ര നേരത്തെ നമുക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റുമോ അത്രയും നേരത്തെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ്. ആദ്യത്തെ ദിനങ്ങളിൽ അമ്മമാർക്ക് പൊതുവെ പാൽ കുറവായിരിക്കും. അപ്പോൾ ആദ്യം വരുന്ന പാലിനെ നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. അത് കുഞ്ഞിന് പ്രതിരോധ ശക്തി കിട്ടുന്ന കുറേ ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കേണ്ട ആവശ്യകതയുള്ളൂ. 6 മാസത്തിന് ശേഷം മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂടെ മുലപ്പാലും തുടരേണ്ടതാണ്. ഏകദേശം 2 വയസ്സ് വരെ നമുക്ക് കുഞ്ഞിന് മുലയൂട്ടൽ തുടരാവുന്നതാണ്. അതിൻ്റെ കൂടെ മറ്റ് ഭക്ഷണങ്ങളും കൊടുക്കുക. പിന്നീട് മുലയൂട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ പ്രയോജനമുണ്ട്. എന്തെന്ന് വെച്ചാൽ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് മുലയൂട്ടൽ സഹായിക്കും. അതുപോലെ തന്നെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതുപോലെ തന്നെ പ്രസവാനന്തരം ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവം, അതുപോലെ തന്നെ അമിതമായ ശരീരഭാരം കൂടുന്നത് എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് മുലയൂട്ടൽ സഹായിക്കും. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് വരുന്ന പലതരത്തിലുള്ള അണുബാധ, ചെവിയിലുണ്ടാകുന്ന അണുബാധ, ശ്വാസകോശത്തിലെ അണുബാധ, അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് മുലയൂട്ടൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും, പൊണ്ണത്തടി പോലുള്ള അസുഖങ്ങളും കുറയ്ക്കാനായിട്ട് മുലയൂട്ടലിന് കുഞ്ഞുങ്ങളെ സഹായിക്കും. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചില അമ്മമാർക്ക് മുലയൂട്ടൽ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പലയിടത്തും ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പോപ്പുലേഷനിൽ ഏകദേശം മെജോറിറ്റി വർക്കിംഗ് മദേഴ്സാണ്. അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പറ്റാതെ വരാം. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് മുലപ്പാൽ പിഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെയും, റെഫ്രിജറേറ്ററിൽ ആണെങ്കിൽ 24 മണിക്കൂർ വരെയും സൂക്ഷിക്കാവുന്നതാണ്. അപ്പം അത് പിഴിഞ്ഞിട്ട് കുഞ്ഞിന് നൽകാവുന്നതാണ്. അപ്പോൾ മുലപ്പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുലപ്പാൽ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്. അതൊരിക്കലും നിഷേധിക്കപ്പെടരുത്. മുലയൂട്ടുന്നത് വഴി ഒരു ആരോഗ്യമുള്ള ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. നന്ദി.